എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, അതിനുള്ള മോട്ടിവേഷനുണ്ട്. പക്ഷേ നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഡാനിയൽ പിങ്കിൻ്റെ ഡ്രൈവ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ പറ്റി സംസാരിച്ചതിന് ശേഷം പല ആൾക്കാരും പറയണത്. അവർ പറയണത് ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഒരു കൂട്ടം കാര്യങ്ങളായിട്ടാണ് വന്നത്. നമ്മൾ ഡാനിയൽ പിങ്ക് നമ്മളുടെ ജീവിതത്തിൽ നല്ലൊരു ജോലി തിരഞ്ഞെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട 3 ഇൻറ്റേർണൽ മോട്ടിവേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഡാനിയൽ പിങ്ക് അവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് നമുക്ക് ഒത്തിരി ഓട്ടോണോമി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യണത് മാത്രമേ നമുക്ക് ഇത്തിരി കൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് ജിം റോൺ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം ഒരു പ്രസംഗികനൊക്കെയാണ്. അദ്ദേഹം പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ക്യാച്ചിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പലരും പറയണ ഒരു അഭിപ്രായം. അപ്പോൾ ജിം റോൺ പറയണത് ജീവിതം എന്ന് പറയുന്നത് ഒരു സീസൺസ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കാലങ്ങൾ പോലെയാണ്. ഇപ്പോൾ നമ്മൾ മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, അതുപോലെ നമുക്ക് അതിശൈത്യം വരുന്ന കാലമുണ്ട്, മഴക്കാലമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാലത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാലങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വരാൻ പോകുന്ന കാലത്തേക്ക് പ്രിപ്പയർ ആയിരിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പലരും എക്സാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ സ്ക്രോളിംഗ് എല്ലാം പെട്ട് ആകെപ്പാടെ കുടുങ്ങി ഫോക്കസ് ഒന്നുമില്ല, ടെൻഷനായിട്ടിരിക്കണം ഒത്തിരി പേര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറയണതാണ്, നിങ്ങൾ ഇപ്പോഴുള്ള സമയം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് ഒത്തിരി പേര് അതിൽ നിന്ന് റിക്കവറായി നല്ല രീതിയിൽ എക്സാമിനെല്ലാം പ്രിപ്പയർ ആവുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ജിം റോൺ പറഞ്ഞ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു സീസൺസ് പോലെയാണ്. നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്താലേ നമുക്ക് മുന്നിലോട്ട് നല്ല രീതിയിൽ മുന്നേറാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് പ്രശ്നങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ നിന്ന് ആർക്കും ഒളിച്ചു പോകാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ജിം റോൺ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ചെറുതാവല്ല വേണ്ടത്, ആ പ്രശ്നത്തിനേക്കാളും വലുതാവാൻ നമ്മൾ പഠിക്കണം. നമ്മൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ചെറുതാവും. ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയിട്ടുള്ളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ ചെറുതാവുമ്പോഴാണ് അയ്യോ എനിക്കിങ്ങനെ ഒരു വലിയ പ്രശ്നം വന്നല്ലോ, എൻ്റെ ബോസ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നത്. പ്രശ്നങ്ങളെ ഒരു സാഹചര്യത്തെപ്പറ്റി പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ ആ പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനേക്കാളും വലുതാണ്, പിന്നെ നമുക്ക് ആ പ്രശ്നം വളരെ ചെറുതാണ്. അപ്പോൾ ജിം പറയണ ഈ ബി എ പേഴ്സൺ ഹൂ ഈസ് ബിഗർ ദാൻ ദ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. പിന്നെ പലരും പറഞ്ഞു നമുക്ക് കിട്ടുന്ന ശമ്പളം കുറവാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട്. അതിനും ജിം പറയണ വളരെ രസകരമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്. നമുക്ക് ഒരു 10,000 രൂപയാണ് ശമ്പളം കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 10,000 രൂപയുടെ വാല്യൂ മാത്രമേ, അല്ലെങ്കിൽ മൂല്യം മാത്രമേ നിങ്ങൾ ആ സ്ഥലത്തേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മൂല്യം കൂട്ടലാണ്, അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂ കൂട്ടലാണ്. അപ്പോൾ നമ്മളൊരു മണിക്കൂറിനോ മാസത്തിലോ ഒന്നല്ല നമ്മളുടെ ശമ്പളം. നമ്മൾ എന്നൊരാൾ നമ്മുടെ ഒരു സ്കില്ല് എന്തൊക്കെയാണോ നമുക്കൊരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ വാല്യൂ. ഇന്നത്തെ ഒരു കാലത്ത് പ്രത്യേകിച്ചും, കാരണം ഒത്തിരി ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയുള്ള ഓപ്പൺ മാർക്കറ്റ് പ്ലേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു വെരി ക്ലോസ് ആയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം ഒരു ഈ ഫൈവർ എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ തനിയെ പഠിച്ച കുറേ സ്കില്ല് കൊണ്ട് ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോലികൾ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരം ആൾക്കാരും അതിലുണ്ട്. അതായത് ഈ ഡിസൈനിങ് ഒക്കെ പോലെ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനൊന്നുമില്ല, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ വാല്യൂ വളരെ ഉയർന്ന റേറ്റിലാക്കിയിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റികളില്ല, അവസരങ്ങളില്ല എന്ന് പറഞ്ഞിരിക്കണതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ മാർക്കറ്റിന് വേണ്ട സ്കില്ലുകൾ പെട്ടെന്ന് പഠിക്കാനുള്ളൊരു സൗകര്യം നമുക്ക് ഉണ്ടാക്കണം. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞൊരു 3-4 ആഴ്ചകളായിട്ടുള്ള പല വീഡിയോകളിലും പറയണത്. സ്ക്രീൻ ടൈമിനെ ഡീപ്പ് വർക്കാക്കി മാറ്റി അതിനെ നമ്മളെങ്ങനെ സ്കിൽ പഠിച്ചെടുത്ത് അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ
പഴയ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജിം റോൺ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ജീവിതം ഒരു സീസൺസ് പോലെയാണ്, കാലങ്ങൾ പോലെയാണ്. നമ്മൾ ഓരോ തവണയും നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആ പ്രശ്നങ്ങളെക്കാളും വലുതാവാൻ നമ്മൾ പഠിക്കണം. ഒപ്പം തന്നെ നമ്മൾ എന്ന വ്യക്തിയുടെ നമ്മളുടെ സ്കില്ലിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈ മാർക്കറ്റ് പ്ലേസിൽ ഏൺ ചെയ്യാൻ പറ്റും. ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി.